വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ചിക്കൻ അഫ്ഗാനി കബാബ് ആണ്. പ്രഷർ കുക്കറിലേക്ക് 12 കഷ്ണം ബോൺലെസ് ചിക്കൻ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് സ്വീറ്റ് കോൺ ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. 1/4 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അത് പ്രഷർ കുക്കറിൽ ഒരു 3 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇപ്പം 3 വിസിൽ വന്നിട്ടുണ്ട്. നമ്മൾ കുക്കർ തുറന്നു നോക്കിയപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇനി നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മളത് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ നിന്ന് ചിക്കൻ എടുത്ത് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. ബൗളിലേക്ക് 1/2 കപ്പ് ചെറുതായി അരിഞ്ഞ കാബേജ്, 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 1/4 കപ്പ് സ്വീറ്റ് കോൺ നമ്മൾ നേരത്തെ വേവിച്ചെടുത്തത്, 1 കാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, വേവിച്ച് മിക്സിയിൽ അടിച്ചു വെച്ച മിൻസ് ചെയ്ത ചിക്കൻ, 5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, ഒരു 4 പച്ചമുളക് ചതച്ചത്, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ സോയ സോസ്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ഒരു പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്ത് മാറ്റിവെക്കാം. ഇപ്പം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ചിക്കൻ പച്ചക്കറിയൊക്കെ ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കബാബ് ഷേപ്പിലേക്ക് ആക്കാം. ഇനി അതെല്ലാം നമുക്ക് കബാബ് ഷേപ്പ് ആക്കി എടുക്കാം. ഇപ്പൊ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഷേപ്പ് ചെയ്ത് വെച്ച എല്ലാ കബാബ്സും മുട്ട മിശ്രിതത്തിൽ മുക്കി കോൺഫ്ലേക്സ് പൊടിച്ചതിലേക്ക് ചേർക്കാം. ഇപ്പൊ ഞാൻ ഇതിലേക്ക് കോൺഫ്ലേക്സ് പൊടിച്ചതാണ് ഇട്ടിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഓട്സ് പൊടിച്ച് ചേർക്കാവുന്നതുമാണ്. ഇനി ഇതെല്ലാം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ആ മുട്ട മിശ്രിതത്തിൽ മുക്കിയത് ഇനി നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് കോൺഫ്ലേക്സിൽ മുക്കി മാറ്റാം. അങ്ങനെ എല്ലാം നമുക്ക് കബാബ് ഷേപ്പിലാക്കി എടുക്കാം. പാനിൽ ഇപ്പം ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഓരോ കബാബ്സും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ എപ്പോഴും ഫ്ലെയിം ലോവർ ഫ്ലെയിമിലായിരിക്കണം ഇടുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ വെജിറ്റബിൾസ് ഒന്നും അല്ലെങ്കിൽ കുക്കാവില്ല. ഇപ്പം ചിക്കൻ്റെയും ക്യാപ്സിക്കത്തിൻ്റെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു സൈഡ് മുരിഞ്ഞെങ്കിൽ നമുക്ക് മറിച്ചിടാം. ഇപ്പോൾ കബാബ്സ് നല്ല റെഡിയായി വരുന്നുണ്ട്. ഇപ്പം കബാബ്സ് എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അത് നമുക്ക് ഊറ്റി വെച്ച് മറ്റൊരു പ്ലേറ്റിലേക്ക് ഇടാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ അഫ്ഗാനി കബാബ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.